ഹലോ, ഇതിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്തുള്ള പൊട്ട് നിങ്ങൾക്ക് സമ്മാനമായി തരുന്നതായിരിക്കും. എന്നാൽ നിങ്ങളിതിൽ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ എന്ത് പുട്ടാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ചെമ്പ പുട്ട് സമ്മാനമായിട്ട് തരുന്നതായിരിക്കും. അതുമല്ലെങ്കിൽ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എന്ത് മസാലയാണെന്ന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതിനകത്തുള്ള ചെമ്പ പുട്ട് മസാല നിറച്ചത് നിങ്ങൾക്ക് സമ്മാനമായി തരുന്നതായിരിക്കും. ഞാനെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ എന്നല്ലേ? പണ്ട് പൂമ്പാറ്റ എന്നുള്ളൊരു ബുക്ക് ഉണ്ടായിരുന്നു, ബാലരമ പൂമ്പാറ്റ. അതിൻ്റെ ബാക്ക് പേജിൽ അപ്പൂസിനെ ഓർമ്മയുണ്ടോ? ഈ അപ്പൂസിൻ്റെ കുസൃതികളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. തൻ്റെ കയ്യിലിരിക്കുന്ന കൊട്ടയിൽ എത്ര മുട്ടയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇതിനകത്തുള്ള 8 മുട്ടയും സമ്മാനമായിട്ട് തരാമെന്ന് അപ്പൂസ് ഒരു വഴിയിൽ കൂടെ നടക്കുന്ന ഒരാളോട് പറഞ്ഞു. അയാൾ കൃത്യമായിട്ട് 8 മുട്ട എന്ന് പറഞ്ഞു. അപ്പൂസിന് ഭയങ്കര അതിശയായി. അപ്പൂസ് എന്ത് ചെയ്തു? നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ കൊട്ടയിലുണ്ടായിരുന്ന 8 മുട്ടയും കൊടുത്തു എന്നുള്ളതാണ്. ഇതൊക്കെ വായിച്ച ഞങ്ങളോ അന്താളിച്ചിങ്ങനെ ഇരിക്കും അടുത്ത ലക്കത്തിനായിട്ട്. അപ്പോൾ ഇവിടെ എന്ത് പുട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ? ഇതിൽ ചെമ്പപ്പുട്ടാണ്. ചെമ്പപ്പുട്ട് തനിയെ കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ഇതിലേക്ക് ജസ്റ്റ് ഉള്ളിയും തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായി വാട്ടി അതിൽ കുറച്ച് മീറ്റ് മസാലയും കുറച്ച് ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് വാട്ടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് പുട്ടുണ്ടാക്കി നോക്കൂ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാട്ടോ, പറയാതിരിക്കാൻ വയ്യ. ചെമ്പാപ്പുട്ട് ഹെൽത്തിയും കൂടിയാണല്ലോ. ചിലർ റൈസ് പുട്ട് കഴിക്കാതെ ചെമ്പാപ്പുട്ട് കഴിക്കും. പക്ഷേ അതിൻ്റെ ആ ഒരു സ്മെല്ല്, റോ സ്മെല്ല് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയുള്ളൊരു ടിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പഴം കൂട്ടിയും കഴിക്കാം, കൂട്ടാതെയും കഴിക്കാം. ഇനി അപ്പൂസിനെ കണ്ടില്ല എന്ന് പറയരുത്. ഇതാണ് നമ്മുടെ കുട്ടിത്താരം അപ്പൂസ്. പണ്ടത്തെ 80s കിഡ്സിൻ്റെ ഹീറോ ആയിരുന്നു അപ്പൂസ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതറിയില്ല കേട്ടോ. ബാലരമയുടെ ലാസ്റ്റ് പേജിൽ വരും അപ്പൂസ്.